പരിവാഹൻ തട്ടിപ്പിലൂടെ വൻ തുക കൊള്ളയടിച്ച സംഘത്തെ കൊച്ചി സൈബർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. യുപിയിലെ വാരണാസിയിൽ നിന്ന് പിടികൂടിയ അതുൽ സിംഗിനെയും മനീഷ് സിംഗിനെയും തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. തട്ടിപ്പ് നടത്താൻ മലയാളികളും ഉണ്ടായിരുന്നു എന്ന സംശയം ചോദ്യം ചെയ്യൽ തുടരവെ അന്വേഷണ സംഘത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് യുപിയിലെ വാരാണസിയിൽ നിന്ന് കൊച്ചി പോലീസ് അതിസാഹസികമായാണ് പരിവാഹൻ ആപ്പ് തട്ടിപ്പ് സംഘത്തിലെ പ്രധാനികളെ പിടികൂടുന്നത്. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല പല വേഷത്തിൽ 10 ദിവസം കറങ്ങി നടന്ന ശേഷമാണ് തട്ടിപ്പ് സംഘത്തെ കേരള പോലീസ് തന്ത്രപൂർവ്വം കെണിയിലാക്കിയത്. 34-കാരനായ അതുൽ കുമാർ സിംഗിനെയും 24-കാരനായ മനീഷ് സിംഗിനെയും കേരളത്തിലെ കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ തട്ടിപ്പിന്റെ വ്യാപ്തി കൃത്യമായി തിരിച്ചറിയാനാകൂ എന്ന് പോലീസിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന അതുലിനെയും മനീഷിനെയും തിങ്കളാഴ്ച കൊച്ചി സൈബർ പോലീസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി. കൊച്ചി സൈബർ സ്റ്റേഷനിലാണ് ഡിജിറ്റൽ കള്ളന്മാരെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുലിൻ്റെയും മനീഷിൻ്റെയും കയ്യിൽ നിന്ന് കണ്ടെടുത്ത ഫോണുകളിൽ മലയാളികളുമായുള്ള ഇടപാടുകളും ചില മലയാളികളുടെ കോൺടാക്റ്റുകളും സംശയകരമായി പോലീസ് കണ്ടെത്തി. കൊച്ചി സിറ്റിയിൽ നിന്ന് മാത്രം 96 പരാതികളാണ് പരിവാഹൻ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരുന്നത്. കേരളത്തിലാകെ 575 പേർക്ക് തട്ടിപ്പിലൂടെ വൻ തുക നഷ്ടമായിട്ടുണ്ട്. കൈക്കലാക്കിയ കോടികൾ കൊണ്ട് ആഡംബര ജീവിതവും ക്രിപ്റ്റോ കറൻസി വാങ്ങലുമൊക്കെയായി സുഖിക്കുകയായിരുന്നു തട്ടിപ്പ് സംഘം. തട്ടിപ്പിന്റെ സ്വഭാവവും പ്രൊഫഷണൽ രീതിയും വിലയിരുത്തിയ കൊച്ചി സൈബർ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ചില ദുരൂഹതകൾ തോന്നിയിരുന്നു. കേരളത്തിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ പറ്റിച്ച് പണം തട്ടുന്ന സംഘത്തിന്റെ രീതി നിസ്സാരമല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇത്രയും ചെയ്യാനാകുന്ന കമ്പ്യൂട്ടർ ബുദ്ധിക്കുടമയായവരുടെ തട്ടിപ്പ് കേരളത്തിൽ മാത്രം ഒതുങ്ങില്ലെന്നും അദ്ദേഹം കണക്കുകൂട്ടി. ഒരു സൈബർ പോലീസ് മേധാവിയുടെ ഇൻഡ്യൂഷൻസ് എല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഓരോ ഘട്ടത്തിലും പുറത്തുവന്ന വിവരങ്ങൾ. കൊച്ചി സൈബർ അസിസ്റ്റന്റ് കമ്മീഷണർ സുൽഫിക്കറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തട്ടിപ്പ് സംഘത്തെ അതിവേഗം കേരള പോലീസിന് വലയിലാക്കാൻ കഴിഞ്ഞത്. പരിവാഹൻ ആപ്പ് തട്ടിപ്പിലൂടെ പണം കൊള്ളയടിച്ച സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത്, അതായത് പ്രധാന ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് ഒരു 16 വയസ്സുകാരനാണ്. ഒരു കുട്ടി. 2 പേരെ സാഹസികമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴും പ്രായപൂർത്തിയായില്ല എന്ന ഒറ്റ കാരണത്താൽ നിയമപരമായ ഇളവ് 16 വയസ്സുകാരന് കേരള പോലീസ് നൽകി. എത്രയും പെട്ടെന്ന് കേസ് അന്വേഷണം ലീഡ് ചെയ്യുന്ന കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്ന താക്കീത് 16 വയസ്സുകാരന് നൽകിയിരുന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള മനീഷ് യാദവിന്റെ ബന്ധുവാണ് 16-കാരൻ എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതുവരെ 16-കാരൻ പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല. വാഹനത്തിന് ഫൈൻ അടയ്ക്കാനെന്ന വ്യാജേന APK ഫയലുകൾ വാട്സാപ്പ് വഴി അയച്ചുകൊടുത്താണ് വൻ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഐഡിയയുടെ മാസ്റ്റർ ബ്രെയിനാണ് 16 വയസ്സുള്ള കുട്ടി. ബുധനാഴ്ച കൊച്ചി സൈബർ സ്റ്റേഷനിൽ 16 വയസ്സുകാരൻ എത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. 85,000 രൂപ തട്ടിയെടുത്തുന്ന പരാതി എറണാകുളം സ്വദേശി NCRP പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെയാണ് രാജ്യവ്യാപക തട്ടിപ്പ് സംഘത്തിന് പിന്നാലെ കൊച്ചി സൈബർ പോലീസ് ഇറങ്ങിത്തിരിച്ചത്. ഇൻസ്പെക്ടർ ഷമീർ ഖാൻ, പോലീസ് ഓഫീസേഴ്സായ അരുൺ, അജിത് രാജ്, നിഖിൽ ജോർജ്, ആൽഫിറ്റ് ആൻഡ്രൂസ്, ഷറഫുദ്ദീൻ എന്നിവരുടെ ടീമാണ് പ്രതികളെ ഉത്തരേന്ത്യയിൽ നിന്ന് വലയിലാക്കിയത്. കേരളമടക്കമുള്ള 6 സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്താണ് വിവരങ്ങൾ ചോർത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തിരുന്നത്. കേരളം, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 2700-ൽ പരം വാഹനങ്ങളുടെ വിവരങ്ങൾ പിടിയിലായവരിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.